ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ബിഹൈൻഡ് സെൻസേഷൻസിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ സ്റ്റിമുലൈ ആൻഡ് ഹൗ ആർ ദേ ക്ലാസിഫൈഡ്? സ്റ്റിമുലൈ പറഞ്ഞാൽ എന്താണ്, അതിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സ്റ്റിമുലൈ എന്ന് പറയുന്നത് ലിവിങ് ബീയിങ്സിൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് ആണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ഓർഗാനിസം എൻവിറോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്യുന്നതിനും സ്റ്റിമുലൈ എന്ന് പറയും. ഇപ്പൊ സ്റ്റിമുലൈനെ രണ്ട് മെയിൻ ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: എക്സ്റ്റേണൽ സ്റ്റിമുലൈയും ഇന്റേണൽ സ്റ്റിമുലൈയും. എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഔട്ട്സൈഡിൽ ഒക്കർ ചെയ്യുന്ന ചേഞ്ചസ് ആണ്. അതായത് ലൈറ്റ്, സൗണ്ട്, ഹീറ്റ്, പ്രഷർ ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഇന്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന ചേഞ്ചസ് ഒക്കെയാണ്. അതായത് ഹങ്കർ, തേസ്റ്റ്, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചറിന്റെ ഇൻക്രീസ്, ഇവയൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Stimuli are the circumstances that lead to responses in living beings. They are the changes in the environment that an organism can detect. Stimuli can be classified into two main types. External stimuli are changes that occur outside the body, such as light, sound, heat, and pressure. Internal stimuli are changes that happen inside the body, like hunger, thirst, or an increase in body temperature. Question: Explain the role of receptors in the nervous system. നെർവസ് സിസ്റ്റത്തിലുള്ള റിസപ്റ്റേഴ്സിന്റെ റോളിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എൻവിറോൺമെന്റിൽ നിന്നും സ്റ്റിമുലൈ ഡിറ്റക്ട് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലെങ്കിൽ നെർവ് എൻഡിങ്സ് ആണ്. അപ്പോൾ ഒരു റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്മോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഈ ഇമ്പൾസസ് വന്നിട്ട് സ്ട്രോങ് ആണെങ്കിൽ അവ വന്നിട്ട് ഒരു പൊട്ടൻഷ്യൽ ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയും ന്യൂറോൺസിലൂടെ നെർവ് ഇമ്പൾസ് ആയിട്ട് ട്രാവൽ ചെയ്യുകയും ചെയ്യും. പിന്നീട് ഈ ഇമ്പൾസ് വന്നിട്ട് ബ്രെയിനിലോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലൊക്കെ റീച്ച് ചെയ്യുന്ന സമയത്ത് അത് ഇന്റർപ്രറ്റ് ചെയ്യും. പിന്നീട് ഈ ബ്രെയിന് വന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ബോഡീനെ പാസ് ചെയ്തിട്ട് ബോഡി അതിനു വേണ്ടി റിയാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Receptors are specialized cells or nerve endings that detect stimuli from the environment. When a receptor is stimulated, it generates small electrical impulses. If these impulses are strong enough, they create an action potential that travels through neurons as a nerve impulse. These impulses reach the brain or spinal cord where they are interpreted. The brain then forms an appropriate response, allowing the body to react to the initial stimulus. Question: Describe the protective mechanisms of the human eye. ഹ്യൂമൻ ഐയിൽ വരുന്ന പ്രൊട്ടക്റ്റീവ് മെക്കാനിസത്തിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഹ്യൂമൻ ഐ വന്നിട്ട് സെവറൽ സ്ട്രക്ചേഴ്സ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് വന്നിട്ട് സ്കള്ളിനകത്തുള്ള ബോണി സോക്കറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഐലിഡ്സും ഐലാഷസ് ഒക്കെ വന്നിട്ട് ഡസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ഫോറിൽ പാർട്ടിക്കിൾസിൽ നിന്നും ഈ ഐയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല ഐയിന്റെ ഫ്രണ്ട് ഭാഗത്തിന് ഒരു തിൻ മെമ്പറൈൻ ആയിട്ടുള്ള കൺജങ്ക്റ്റീവ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇത് ഐയിനെ മോയിസ്റ്റും ലൂബ്രിക്കേറ്റഡ് ആക്കി വെക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ലാക്രിമൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിയേഴ്സ് വന്നിട്ട് നമ്മുടെ കണ്ണിനകത്തുള്ള ഡേർട്ടി പാർട്ടിക്കിൾസിനെയൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ലൈസോസോം പറയുന്ന എൻസൈം വന്നിട്ട് കണ്ണിനകത്തുള്ള ജേംസിനെയൊക്കെ കില്ല് ചെയ്തിട്ട് ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The human eye is protected by several structures. It is located safely within a bony socket in the skull. The eyelids and eyelashes prevent dust and foreign particles from entering the eye. The conjunctiva is a thin membrane that covers the front of the eye and keeps it moist and lubricated. Tears produced by the lacrimal glands wash away debris and contain an enzyme called lysozyme, which kills germs and prevents infection. Question: What are the functions of the 3 layers of the eyeball? ഐബോളിലുള്ള 3 ലെയേഴ്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഐബോളിന് 3 ഡിസ്റ്റിങ്ക്ട് ലെയേഴ്സ് ആണ് വരുന്നത്. ആ ഓരോ ലെയേഴ്സിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ വന്നിട്ട് സ്ക്ലെറ, പിന്നെ വരുന്നത് കൊറോയിഡ്, പിന്നെ വരുന്നത് റെറ്റീനയാണ്. അപ്പൊ സ്ക്ലെറ പറയുന്നത് ടഫ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഔട്ടർ ലെയർ ആണ്.
അപ്പോൾ ഇത് വന്നിട്ട് കണ്ണിന് പ്രൊട്ടക്ഷനും ഫേംനെസ്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ലെയർ പറയുന്നത് കൊറോയിഡ് ആണ്. കൊറോയിഡ് വന്നിട്ട് മിഡിൽ ലെയറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത്. അത് വന്നിട്ട് ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഐൻ്റെ ഇന്നർ പാർട്സിലോട്ട് ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് റെറ്റീനയാണ്. റെറ്റീനയാണ് കണ്ണിന്റെ ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത്. ഇവിടെ ലൈറ്റ് വന്ന് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടിലാണ്. എന്നിട്ടാണ് അവിടെ ഇമേജസ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തൊരു ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉണ്ട്. അത് വന്നിട്ട് ലൈറ്റിനെ നെർവ് ഇമ്പൾസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The eyeball has 3 distinct layers, each with a specific function. The sclera is a tough white outer layer that provides firmness and protection to the eye. The choroid is the middle layer, rich in blood vessels that provides oxygen and nutrients to the inner parts of the eye. The retina is the innermost layer where light is focused and images are formed. It contains photoreceptor cells that convert light into nerve impulse. Question: explain the structure and function of the retina, including photoreceptors. ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉൾപ്പെടെ റെറ്റീനയുടെ ഫംഗ്ഷനും സ്ട്രക്ചറിനെയും കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ റെറ്റീന എന്ന് പറയുന്നത് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇന്നർ ലെയർ ആണ്, ഐന്റെ ഇന്നർ ലെയർ ആണ്. ഇവിടെയാണ് ഇമേജസ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് മില്യൺസ് ഓഫ് റിസപ്റ്റർ സെൽസ് ആയിട്ടുള്ള റോഡ് സെൽസും കോൺ സെൽസും നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ റോഡ് സെൽസ് വന്നിട്ട് ഡിം ലൈറ്റിലാണ് ഫങ്ഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്സിലാണ് അത് കാണുക. കോൺ സെൽസ് വന്നിട്ട് ബ്രൈറ്റ് ലൈറ്റിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഡിഫറെന്റ് കളേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്നത് ഈ ഒരു കോൺ സെൽസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഒരു ലൈറ്റ് നമ്മുടെ സെൽസിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ട്രിഗർ ചെയ്യുകയും ഇത് വന്നിട്ട് നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഒരു നെർവ് ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിലോട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The retina is the light sensitive inner layer of the eye where images are formed. It contains millions of photoreceptor cells called rod cells and cone cells. Rod cells are responsible for vision in dim light and see in shades of black and white. Cone cells function in bright light and are responsible for detecting different colors. When light hits these cells, it triggers chemical reactions and that generate nerve impulses, which are then sent to the brain. Question: what is the role of the iris and pupil in regulating light? Light regulate ചെയ്യുന്നതിൽ പ്യൂപ്പിളിന്റെയും ഐറിസിന്റെയും റോള് എന്താണ്? ഇപ്പൊ ഐറിസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലുള്ള കോർണിയയുടെ പിന്നിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളേർഡ് പാർട്ടാണ്. ഇപ്പൊ ഈ ഐറിസിന്റെ സെന്ററിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയാം. ഇപ്പൊ ഈ ഐറിസിനകത്ത് 2 ടൈപ്സ് ഓഫ് മസിൽസും കൂടെ വരുന്നുണ്ട്, റേഡിയൽ മസിൽസും അതുപോലെ സർക്കുലർ മസിൽസും. അപ്പൊ ഈ മസിൽസ് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് പ്യൂപ്പിളിന്റെ സൈസ് കൺട്രോൾ ചെയ്യുന്നത്. അതുമൂലം നമ്മുടെ കണ്ണിൽ എൻ്റർ ചെയ്യുന്ന ലൈറ്റിന്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബ്രൈറ്റ് ലൈറ്റിൽ വന്നിട്ട് ഈ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയും പ്യൂപ്പിൾ സ്മോളർ ആവുകയും ചെയ്യുന്നു. അതേസമയം ഡിം ലൈറ്റിൽ വന്നിട്ട് റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയും നമ്മൾ പ്യൂപ്പിളിനെ ലാർജർ ആക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The iris is the colored part of the eye located behind the cornea. In the center of the iris is an opening called the pupil. The iris contains 2 types of muscles, radial muscles and circular muscles. These muscles work together to control the size of the pupil, regulating the amount of light that enters the eye. In bright light, the circular muscles contract, making the pupil smaller, while in dim light, the radial muscles contract, making the pupil larger. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: differentiate between aqueous humor and vitreous humor. അക്വസ് ഹ്യൂമറും വിട്രസ് ഹ്യൂമറും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഐന്റെ ചാമ്പറിനകത്ത് 2 ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ഹ്യൂമേഴ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ വന്നിട്ട് അക്വസ് ഹ്യൂമറും രണ്ടാമത്തെ വന്നിട്ട് വിട്രസ് ഹ്യൂമറാണ്. അപ്പൊ അക്വസ് ഹ്യൂമർ വന്നിട്ട് കോർണിയയും ലെൻസിന്റെയും ഇടയിൽ കിടക്കുന്ന അക്വസ് ചാമ്പറിനകത്ത് കാണപ്പെടുന്ന ഒരു വാട്ടറി ഫ്ലൂയിഡ് ആണ്. ഇത് കോർണിയയ്ക്കും അതുപോലെ തന്നെ ലെൻസിനൊക്കെ ഓക്സിജനും ന്യൂട്രിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ
അക്വസ് ഹ്യൂമർ വന്നിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും റീഅബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് വിട്രസ് ഹ്യൂമർ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ലെൻസിന്റെയും റെറ്റീനന്റെയും ഇടയിൽ കിടക്കുന്ന വിട്രസ് ചാമ്പറിനകത്ത് കാണപ്പെടുന്ന ട്രാൻസ്പാരന്റും ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസും ആണ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐബോളിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The eye contains two types of fluids or humors in its chambers. The aqueous humor is a watery fluid found in the aqueous chamber between the cornea and the lens. It provides oxygen and nutrients to the cornea and lens and is constantly produced and reabsorbed. The vitreous humor is a transparent jelly-like substance that fills the vitreous chamber between the lens and the retina. Its main function is to maintain the shape of the eyeball. Question: What is the blind spot and the yellow spot? ബ്ലൈൻഡ് സ്പോട്ടും യെല്ലോ സ്പോട്ടും എന്താണ്? ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടും യെല്ലോ സ്പോട്ടും റെറ്റീനയിൽ കാണപ്പെടുന്ന രണ്ട് സ്പെസിഫിക് ഏരിയാസ് ആണ്. ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് വന്നിട്ട് ഐയിലെ ഒപ്റ്റിക് നെർവ്സ് ലീവ് ചെയ്യുന്ന റെറ്റീനയിലുള്ളൊരു പോയിന്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഫോട്ടോ റിസപ്റ്റീവ് സെൽസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതായത് റോഡ് സെൽസും കോൺ സെൽസും ഒന്നും ഈ ഒരു ഏരിയനകത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാനും അതിന് പറ്റില്ല. അവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ആണ് നമ്മുടെ വിഷനിൽ ഉണ്ടാവുന്നത്. പിന്നെ വരുന്നത് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ മാക്യുളയാണ്. ഇത് വന്നിട്ട് റെറ്റീനന്റെ സെന്ററിൽ കാണപ്പെടുന്ന ഒരു സ്മോൾ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ കോൺ സെൽസിന്റെ കോൺസെൻട്രേഷൻ വരുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഷാർപ്പും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെൻട്രൽ വിഷൻ ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഇവിടെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The blind spot and yellow spot are two specific areas on the retina. The blind spot is a point on the retina where the optic nerve leaves the eye. There are no photoreceptor cells, rods or cones in this area, so it cannot detect light, creating a blind spot in our vision. The yellow spot or macula is a small area in the center of the retina. It has a high concentration of cone cells and is responsible for our sharp, detailed central vision. Question: Explain the power of accommodation of the eye. ഐന്റെ പവർ ഓഫ് അക്കമഡേഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ പവർ ഓഫ് അക്കമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐന് അതിന്റെ ഫോക്കസ് ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. നമുക്ക് ഡിസ്റ്റൻസിലുള്ള സാധനവും അതുപോലെ തന്നെ അടുത്തുള്ള ഒബ്ജക്ട്സിനെയൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് മെയിനായിട്ട് അച്ചീവ് ചെയ്യുന്നത് ലെൻസിന്റെ കർവേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ലെൻസിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് സീലിയറി മസിൽസും അതുപോലെ തന്നെ അതുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിഗമെന്റ്സ് ആണ്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റ് വ്യൂ ചെയ്യുന്ന സമയത്ത് സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുകയും ലെൻസ് വന്നിട്ട് ലെസ് കേർവ്ഡ് ആവുകയും ചെയ്യുന്നു. അതേസമയം അടുത്തുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് ഈ സിലിയറി മസിൽസ് വന്നിട്ട് കോൺട്രാക്ട് ചെയ്യുകയും ലെൻസ് ഒന്നുകൂടി കേർവ്ഡ് ആയി മാറുകയും ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The power of accommodation is the ability of the eye to change its focus. This allows us to see both distant and near objects clearly. This adjustment is achieved by changing the curvature of the lens. The change in the lens shape is controlled by the ciliary muscles and the ligaments attached to them. When viewing distant objects, the ciliary muscles relax and the lens become less curved. And when viewing near objects, they contract and the lens become more curved. Question: How do rod cells and cone cells differ in their function? എങ്ങനെയാണ് റോഡ് സെൽസും കോൺ സെൽസും അവയുടെ ഫംഗ്ഷനിൽ നിന്ന് ഡിഫർ ആവുന്നത്? ഇപ്പോൾ റോഡ് സെൽസ് കോൺ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ റെറ്റീനയിൽ കാണപ്പെടുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇവയ്ക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഇപ്പോൾ റോഡ് സെൽസ് പറയുന്നത് കുറച്ചും കൂടെ ന്യൂമറസ് ആണ്. അത് വന്നിട്ട് ലൈറ്റിന് വളരെയധികം സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഡിം ലൈറ്റിലാണ് ഇത് എപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നത്. ഇതിൽ കളേഴ്സ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ കോൺ സെൽസ് പറയുന്നത് ലെസ് ന്യൂമറസ് ആണ്. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ പറയുന്നത് ബ്രൈറ്റ് ലൈറ്റിലാണ്. ഇവ വന്നിട്ട് നമുക്ക് കളർ വിഷനും അതുപോലെ തന്നെ ഷാർപ്പും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Rod cells and cone cells are the two types of photoreceptors in the retina with different functions. Rod cells are much more numerous and are highly sensitive to light.
They are responsible for vision in dim light, night vision, but cannot distinguish colors. Cone cells are less numerous and function in bright light. They are responsible for our color vision and provide sharp, detailed images. Question: what are the pigments found in photoreceptors and what are they made of? ഫോട്ടോ റിസപ്റ്റേഴ്സിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഫോട്ടോ റിസപ്റ്റേഴ്സിനകത്ത് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പിഗ്മെന്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മുടെ വിഷന് എസെൻഷ്യൽ ആയിട്ടുള്ള പിഗ്മെന്റ്സ് ആണ്. ഇപ്പൊ റോഡ് സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് റൊഡോപ്സിനും കോൺ സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ ആണ്. അപ്പൊ ഈ രണ്ട് വിഷ്വൽ പിഗ്മെന്റ്സും രണ്ട് കമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും അതുപോലെ റെറ്റീനൽ എന്ന് പറയുന്ന മോളിക്യൂൾ യൂസ് ചെയ്തിട്ടാണ് ഈ രണ്ട് പിഗ്മെന്റ്സും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ റെറ്റീനൽ എന്ന് പറയുന്നത് വിറ്റാമിൻ എന്റെ മറ്റൊരു ഫോം ആണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The photoreceptors contain light-sensitive pigments that are essential for vision. The pigment in rod cells is called rhodopsin. The pigment in cone cells is called photopsin or iodopsin. Both of these visual pigments are made of two components. They consist of a protein called opsin and a molecule called retinal, which is a form of vitamin A. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: how does the brain perceive vision from the impulses sent by photoreceptors? ഫോട്ടോറിസപ്റ്റേഴ്സ് സെൻഡ് ചെയ്ത ഇമ്പൾസസിൽ നിന്നും എങ്ങനെയാണ് ബ്രെയിന് വിഷൻ വന്നിട്ട് റിയലൈസ് ചെയ്യുന്നത്? അപ്പൊ വിഷൻ റിയലൈസ് ചെയ്യുന്നത് ഫോട്ടോറിസപ്റ്റേഴ്സും ബ്രെയിനും ഉൾപ്പെടെയുള്ള ഒരു കോംപ്ലക്സ് പ്രോസസ്സിലൂടെയാണ്. അതായത് ഡാർക്കിൽ വന്നിട്ട് ഫോട്ടോറിസപ്റ്റേഴ്സ് ഗ്ലൂട്ടാമേറ്റ് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലൈറ്റ് വന്നിട്ട് നമ്മുടെ ഫോട്ടോറിസപ്റ്റേഴ്സിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലൂട്ടാമേറ്റ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു ചേഞ്ച്, അത് ഗ്ലൂട്ടാമേറ്റിലുള്ള ഈ ഒരു ചേഞ്ച് വന്നിട്ട് ബൈപോളർ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവിടെ ഗാംഗ്ലിയോൺ സെൽസ് പിന്നീട് ആക്ടിവേറ്റ് ആവും. അപ്പൊ ഈ ഗാംഗ്ലിയോൺ സെൽസ് നെർവ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്തിട്ട് അത് ഒപ്റ്റിക് നെർവിലൂടെ ബ്രെയിനിലുള്ള വിഷൻ സെന്ററിലോട്ട് പാസ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ടാണ് വിഷൻ എന്ന് പറയുന്ന സിഗ്നൽ അവിടെ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Vision is perceived through a complex process involving photoreceptors and the brain. In the dark, photoreceptors produce a neurotransmitter called glutamate. When light hits the photoreceptors, they stop producing glutamate. This change in glutamate level activates bipolar cells, which in turn activate ganglion cells. The ganglion cells then generate nerve impulse that travel along the optic nerve to the vision center in the brain, which interprets these signals as vision. Question: what is binocular vision and why is it important? Binocular vision പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഐസും കൊണ്ടും ഈ ഒരു വേൾഡിന് കാണാൻ കഴിയുന്ന എബിലിറ്റിയാണ്. അതായത് നമ്മുടെ രണ്ട് ഐസും ഒരു ഒബ്ജക്റ്റിന്റെ രണ്ട് ഡിഫറെന്റ് ഇമേജസ് ആയിരിക്കും ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിന് വന്നിട്ട് ഈ രണ്ട് ഡിഫറെന്റ് ഇമേജസിനെയും റിസീവ് ചെയ്തിട്ട് അതിനെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ 3 ഡയമെൻഷണൽ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് വന്നിട്ട് ഡെപ്ത് പെർസെപ്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഒരു ഒബ്ജക്റ്റ് നിയറർ ആണോ അല്ലെങ്കിൽ ഫാർ ആണോ എന്ന് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Binocular vision is the ability to see the world with two eyes. Because our eyes are set slightly apart, each eyes capture a slightly different image of an object. The brain receives these two different images and fuses them into a single 3-dimensional image. This process called binocular vision is very important for depth perception. It helps us to accurately judge how near or far away objects are. Question: describe the causes and corrections for short-sightedness and long-sightedness. ഷോർട്ട്-സൈറ്റഡ്നെസ്സിനും ലോങ്-സൈറ്റഡ്നെസ്സിനുള്ള കോസസും കറക്ഷൻസിനെയും കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഷോർട്ട്-സൈറ്റഡ്നെസ്സിനെ മയോപ്പിയ എന്നും വിളിക്കാറുണ്ട്.
അപ്പോൾ ഇത് ഒക്കർ ചെയ്യുന്നത് നമ്മുടെ ഐബോൾ ലോങ് ആവുകയും അല്ലെങ്കിൽ നമ്മുടെ ലെൻസ് ടു മച്ച് കർവേച്ചർ ആവുന്ന സമയത്താണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് റെറ്റീനന്റെ ഫ്രണ്ടിലായിരിക്കും ലൈറ്റ് വന്നിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഷോർട്ട് സൈറ്റഡ്നെസ്സിൽ ബ്ലർ ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് കോൺകേവ് ലെൻസ് യൂസ് ചെയ്തിട്ടുള്ള സ്പെക്ടക്കിൾ യൂസ് ചെയ്തതിനാൽ ഇത് കറക്റ്റ് ആവും. പിന്നെ വരുന്നത് ലോങ് സൈറ്റഡ്നെസ് ആണ്. ലോങ് സൈറ്റഡ്നെസ്സിന് ഹൈപ്പറോപ്പിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒക്കർ ചെയ്യുന്നത് നമ്മുടെ ഐബോൾ വളരെ ഷോർട്ട് ആവുന്ന സമയത്താണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ റെറ്റീനന്റെ ബിഹൈൻഡിലായിരിക്കും ലൈറ്റ് വന്നിട്ട് ഫോക്കസ് ചെയ്യുക. അതായത് നമ്മുടെ അടുത്തുള്ള ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് ബ്ലറി ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് കോൺവെക്സ് ലെൻസുള്ള സ്പെക്ടക്കിൾസ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Short sightedness or myopia occurs when the eyeball is too long or the lens has too much curvature, causing light to focus in front of the retina. Distant objects appear blurry and it is corrected using spectacles with a concave lens. Long-sightedness or hyperopia occurs when the eyeball is too short, causing light to focus behind the retina. Near objects appear blurry and this condition is corrected using spectacles with a convex lens. Question: Explain cataract and glaucoma. കാറ്ററാക്റ്റും ഗ്ലോക്കോമയും കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. കാറ്ററാക്റ്റും ഗ്ലോക്കോമയും വിഷൻ ലോസിന് ലീഡ് ചെയ്യുന്ന രണ്ട് സീരിയസ് ആയിട്ടുള്ള ഐ ഡിസീസ് ആണ്. കാറ്ററാക്ട് പറഞ്ഞ കണ്ടീഷനകത്ത് നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസ് ക്ലൗഡിയും ഒപ്പേക്കും ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ലൈറ്റ് പാസ് ചെയ്യുന്നതിൽ പ്രിവെന്റ് ചെയ്യുകയും ബ്ലറി വിഷൻ കോസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അത് ബ്ലൈൻഡ്നെസ്സിലോട്ട് ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ ഗ്ലോക്കോമ പറയുന്നത് മറ്റൊരു ഡിസീസാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ കണ്ണിനകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് അക്വസ് ഹ്യൂമറിന്റെ റീഅബ്സോർപ്ഷൻ ഫെയിലിയർ ആവുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസീസ് വന്നിട്ട് ഹൈ പ്രഷർ ഉണ്ടാക്കുകയും നമ്മുടെ ഒപ്റ്റിക് നെർവിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുമൂലം ലോസ് ഓഫ് വിഷനും സംഭവിക്കുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Cataract and glaucoma are serious eye diseases that can lead to vision loss. Cataract is a condition where the lens of the eyes becomes cloudy or opaque. This prevents light from passing through clearly, causing blurry vision and eventually blindness if not treated with surgery. Glaucoma is a disease where the pressure inside the eye increases due to the failure in the reabsorption of aqueous humor. This high pressure can damage the optic nerve, leading to a gradual loss of vision. Question: What are the main parts of the human ear? Human earൽ വരുന്ന മെയിൻ പാർട്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഹ്യൂമൻ ഇയറിനെ മെയിനായിട്ട് 3 മെയിൻ സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ സെക്ഷൻ പറയുന്നത് ഔട്ടർ ഇയർ, പിന്നെ മിഡിൽ ഇയർ, പിന്നെ ഇന്നർ ഇയർ ആണ്. ഔട്ടർ ഇയറിൽ നമുക്ക് കാണാൻ പറ്റുന്ന പാർട്സ് ഒക്കെയാണ് വരുന്നത്. അതിന് പിന്ന എന്ന് പറയും. പിന്നെ അതിനകത്തുള്ളത് ഓഡിറ്ററി കനാലാണ്. ഇതിലൂടെയാണ് സൗണ്ട് വേവ്സ് എൻ്റർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് മിഡിൽ ഇയർ ആണ്. മിഡിൽ ഇയറിനകത്താണ് ഇയർ ഡ്രമ്മും അതുപോലെ തന്നെ ഓസിൽസ് എന്ന് പറയുന്ന 3 ടൈനി ബോൺസും കാണപ്പെടുന്നത്. പിന്നെ ഇന്നർ ഇയർ ആണ് വരുന്നത്. ഇന്നർ ഇയറിൽ വന്നിട്ട് നമ്മുടെ ഹിയറിംഗിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോക്ലിയയും അതുപോലെ തന്നെ നമ്മുടെ ഇയർ ബാലൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വെസ്റ്റിബുലാർ സിസ്റ്റം വരുന്നത്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The human ear is divided into 3 main sections. The outer ear consists of the pinna, the visible part of the ear, and the auditory canal which directs sound waves inward. The middle ear consists the eardrum, that is tympanum, and the 3 tiny bones called the ear ossils, that is malleus, incus, and stapes. The inner ear contains the cochlea, which is responsible for hearing, and the vestibular system, which is responsible for balance. Question: Trace the path of sound waves from the pinna to the brain. പിന്നിൽ നിന്നും ബ്രെയിനിലോട്ടുള്ള സൗണ്ട് വേവ്സിന്റെ പാത്ത് ട്രേസ് ചെയ്യാം. അപ്പോൾ പിന്നയിലൂടെയാണ് സൗണ്ട് വേവ്സ് നമ്മുടെ ഇയറിലോട്ട് എൻ്റർ ചെയ്യുന്നത്. പിന്നെ അത് ആ ഇയർ ചാനൽസിലൂടെ പാസ് ചെയ്തിട്ട് ഓഡിറ്ററി കനാലിൽ എത്തുന്നു. അവിടെ നിന്ന് വന്നിട്ട് ഇയർ ഡ്രമ്മിലോട്ട് ഈ സൗണ്ട് വേവ്സ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൗണ്ട് വേവ്സ് ഇയർ ഡ്രമ്മിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുകയും ഈ ഒരു വൈബ്രേഷൻസ് വന്നിട്ട് മിഡിൽ ഇയറിലുള്ള ഇയർ ഓസിൽസിനെ ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഓസിൽസിലുള്ള സ്റ്റേപ്പസ് പറഞ്ഞ പാർട്ട് വന്നിട്ട് ഈ ഒരു വൈബ്രേഷൻസിനെ ഇന്നർ ഇയറിലുള്ള കോക്ലിയയിലോട്ട്
പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോക്ലിയയിലുള്ള ഫ്ലൂയിഡ് മൂവ് ചെയ്യുകയും ഓർഗൻ ഓഫ് കോർട്ടിയിലുള്ള ഹെയർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഹെയർ സെൽസ് ആണ് പിന്നീട് നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ നെർവ് ഇമ്പൾസ് വന്നിട്ട് ഓഡിറ്ററി നെർവിലൂടെ ട്രാവൽ ചെയ്തിട്ട് ബ്രെയിനിൽ എത്തുന്നു. അങ്ങനെ ഈ സൗണ്ട് വേവ്സ് ഒരു സൗണ്ട് ആയിട്ട് അവിടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The pinna connects sound waves and channels them into auditory canal to the eardrum. The eardrum vibrates and these vibrations are amplified by the ear ossils in the middle ear. The stapes, the last oscil, passes these vibrations to the oval window of the cochlea in the inner ear. The fluid inside the cochlea moves, stimulating hair cells in the organ of Corti. These hair cells generate a nerve impulse that travel along the auditory nerve to the brain, where they are interpreted as sound. Subscribe to this channel for more videos like this. Question. Explain the role of the ear ossils and the eustachian tube. Ear ossils അതുപോലെ eustachian ട്യൂബിന്റെയും റോള് എക്സ്പ്ലെയിൻ ചെയ്യുക. മിഡിൽ ഇയറിൽ കാണപ്പെടുന്ന 3 ടൈനി ബോൺസിനെയാണ് ഇയർ ഓസിൽസ് എന്ന് പറയുന്നത്. അവയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇയർ ഡ്രമ്മിൽ നിന്നും വരുന്ന വൈബ്രേഷൻസിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഇന്നർ ഇയറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നതാണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയറും ഫാർനിക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്മോൾ കനാലാണ്. ഇത് വന്നിട്ട് എയർ പ്രഷർ ഇയർ ഡ്രമത്തിന്റെ 2 സൈഡിലും ഈക്വലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു പ്രഷർ ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ഡ്രം പ്രോപ്പറായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വളരെയധികം എസെൻഷ്യൽ ആണ്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The ear ossils are 3 tiny bones, that is malleus, incus, stapes, in the middle ear. Their main function is to amplify the vibrations from the eardrum and transmit them to the inner ear. The eustachian tube is a small canal that connects the middle ear to the pharynx, the back of the throat. It helps to equalize the air pressure on both sides of the eardrum. This pressure balance is essential for the eardrum to vibrate properly. Question. How does the inner ear contribute to maintaining body balance? Inner ear വന്നിട്ട് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇപ്പൊ ഇന്നർ ഇയറിനകത്ത് ഒരു വെസ്റ്റിബുലർ സിസ്റ്റം ഉണ്ട്. ഇതാണ് ബോഡിയുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിനകത്ത് 3 സെമി സർക്കുലർ കനാൽസും ഒരു വെസ്റ്റിബിളാണ് ഉള്ളത്. ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ഫ്ലൂയിഡിൽ ഫില്ല് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിനകത്ത് ടൈനി ആയിട്ടുള്ള ഹെയർ സെൽസും കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് മൂവ് ആവുകയും ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സെൽസ് നെർവ് ഇമ്പൾസിനെ ബ്രെയിനിലുള്ള സെർബില്ലത്തോട്ട് എത്തിക്കുന്നു. അതോടൊപ്പം മസിൽസിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The inner ear contains the vestibular system, which is crucial for body balance. This system includes 3 semicircular canals and the vestibule, that is utricle and saccule. These structures are filled with fluid and contain tiny hair cells. When we move our head, the fluid moves and stimulates the hair cells. These cells send nerve impulses to the cerebellum in the brain, which then coordinates muscles to maintain balance. Question. What is noise pollution and how can it affect hearing? Noise pollution പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ ഹിയറിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്? നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻവിറോൺമെന്റിലുള്ള ഹാംഫുളും അതുപോലെ തന്നെ അനോയിങ് ആയിട്ടുള്ള നോയിസ് ആണ്. ഇപ്പൊ സൗണ്ട് ഇന്റൻസിറ്റി നമ്മൾ ഡെസിബിൾസിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ 85 ഡെസിബിൾസിന് എബവ് ഉള്ള ലൗഡ് നോയിസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് പീരീഡിലാണെങ്കിൽ പോലും നമ്മുടെ ഇന്നർ ഇയറിലുള്ള ഹെയർ സെൽസ് അത് ഡാമേജ് ചെയ്യും. അപ്പൊ ഇത് വന്നിട്ട് ഹിയറിംഗ് ഇമ്പയർമെന്റ്സ് അല്ലെങ്കിൽ ഡെഫ്നെസ് പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Noise pollution refers to harmful or annoying levels of noise in the environment. Sound intensity is measured in decibels, that is dB. Exposure to loud noise generally above 85 decibels for even a short period can damage the delicate hair cells in the inner ear. Even prolonged exposure to less intense noise can cause damage over time. This damage is often permanent and can lead to hearing impairment or deafness. Question. How do we sense smell? നമ്മൾ എങ്ങനെയാണ് സ്മെല്ല് സെൻസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ സ്മെല്ല് സെൻസ് ചെയ്യുന്നത്
നമ്മുടെ നാസൽ കാവിറ്റിയിലുള്ള മ്യൂക്കസ് മെംബ്രെയിനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് വഴിയാണ്. അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ടൈനി കെമിക്കൽ പാർട്ടിക്കിൾസ്, അതായത് സ്മെല്ലിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടൈനി കെമിക്കൽ പാർട്ടിക്കിൾസ് നമ്മുടെ നോസിലോട്ട് എൻ്റർ ആവുകയും അത് മ്യൂക്കസുമായിട്ട് ഡിസോൾവ് ആവുകയും ചെയ്യുന്നു. ഈ ഡിസോൾവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഓൾ ഫാക്ടറി റിസപ്റ്റർ ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഈ റിസപ്റ്റേഴ്സ് വന്നിട്ട് നെർവ് ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഇത് ബ്രെയിനിലോട്ട് ഓൾ ഫാക്ടറി നെർവിലൂടെ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിന് ഈ സിഗ്നൽസിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ആ സ്പെസിഫിക് സ്മെല്ല് ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. We sense smell using olfactory receptors located in the mucous membrane inside our nasal cavity. When we breathe, tiny chemical particles responsible for smell enter the nose and dissolve in the mucus. These dissolved particles stimulate the olfactory receptor neurons. The receptors generate nerve impulses that are sent directly to the brain through the olfactory nerve. The brain then interprets these signals, allowing us to perceive a specific smell. Question: Explain the process of tasting food. ഫുഡ് ടേസ്റ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ സെൻസ് ഓഫ് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത് ടേസ്റ്റ് ബഡ്സിലൂടെയാണ്. അപ്പൊ ഇത് വന്നിട്ട് ടങ്കിലുള്ള സ്മോൾ ബംസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ പാപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് സബ്സ്റ്റൻസസ് വന്നിട്ട് സലൈവയായിട്ട് ഡിസോൾവ് ചെയ്യുന്നു. ഈ സലൈവ പിന്നീട് സ്മോൾ പോർസിലൂടെ ടേസ്റ്റ് ബഡ്സിലോട്ട് എൻ്റർ ചെയ്യുന്നു. അവിടെ ആ ഒരു ടേസ്റ്റ് ബഡ്സിനകത്തുള്ള കീമോസ് റിസപ്റ്റേഴ്സ് വന്നിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഈ റിസപ്റ്റേഴ്സ് നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടേസ്റ്റിനാണ് നെർവ് ഇമ്പൾസ് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്പൾസ് വന്നിട്ട് നെർവ്സിലൂടെ ബ്രെയിനിലോട്ട് എത്തുകയും അവിടെ ഏത് ടേസ്റ്റ് ആണെന്ന് ബ്രെയിന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The sense of taste is detected by taste buds, which are located on small bumps on the tongue called papillae. When we eat, substances in the food dissolve in our saliva. The saliva enters the taste buds through small pores and stimulates chemoreceptors inside them. These receptors generate nerve impulses for different tastes like sweet, sour, salty, bitter, and umami. The impulses travel through nerves to the brain, which identifies the taste. Question: Describe the different types of receptors found in the skin. സ്കിന്നിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഡിഫറെൻറ്റ് സെൻസേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്നിനകത്ത് വേരിയസ് ടൈപ്സ് ഓഫ് സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ടച്ചിന് ഒരു റിസപ്റ്റർ ഉണ്ട്, പ്രഷറിന് ഒരു റിസപ്റ്റർ ഉണ്ട്, അതുപോലെ ഹീറ്റും കോൾഡിനൊക്കെ ഡിഫറെൻറ്റ് റിസപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ സ്കിന്നിന് ത്രൂ ഔട്ട് കാണപ്പെടുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നെർവ് എൻഡിങ്സ് നോസിസെപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പെയിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്കിന്നിനകത്തുള്ള റൂട്ട് ഹെയർ പ്ലക്സസ് വന്നിട്ട് സ്കിന്നിലുള്ള ഹെയർ മൂവ്മെന്റിനെ ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The skin is filled with various types of sensory receptors to detect different sensations. There are receptors for touch, that is Meissner corpuscles, and pressure, Pacinian corpuscles. Receptors for heat, Ruffini end organ, and cold, Cross and pulps detect temperature changes. Independent nerve endings throughout the skin act as nociceptors, which are responsible for detecting pain. The root hair plexus helps detect the movement of hair on the skin. Next നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ fill in the blanks type ക്വസ്റ്റ്യൻസുകളാണ്. Question: Circumstances that lead to responses in living beings are called dash. Answer: stimuli. Next question: The enzyme in tears that protects from infections is dash. Answer: lysozyme. Next question: The transparent anterior part of the sclera is the dash. Answer: cornea. Next question: The pigment that gives the iris its characteristic color is dash. Answer: melanin. Next question: The photoreceptor cells that reorganize objects in dim light are dash. Answer: rod cells. Next question: The photoreceptor cells that provide color vision are dash. Answer: cone cells. Next question: The fluid in the aqueous chamber is the dash. Answer: aqueous humor. Next question:
The part of the retina with no photoreceptors is known as the dash. Answer, blind spot. Next question. The ability of the eye to focus on near and distant object is called the dash. Answer, power of accommodation. Next question. The visual pigment in rod cells is dash. Answer, rhodopsin. Next question. The visual pigment in cone cells is dash. Answer, photopsin. Next question. The gene for red and green cone pigments is found on the dash chromosome. Answer, X chromosome. Next question. A condition where the eye lens becomes opaque is called dash. Answer, cataract. Next question. The ear ocells are malleus, incus and dash. Answer, stapes. Next question. The part of the inner ear that helps in hearing is the dash. Answer, cochlea. Next question. The canal that connects the middle ear to the pharynx is the dash. Answer, eustachian tube. Next question. The part of the inner ear that maintains body balance is the dash. Answer, vestibular system. Next question. The main taste we recognize are sweet, sour, salty, bitter, pungent, and dash. Answer, umami. Next question. The receptors that detect pain are called dash. Answer, nociceptors. Last question. In snakes, the dash helps to detect smell. Answer, Jacobson's organ. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.